ഈ ഒരു ടൈമിൽ ചോദിക്കുക ജാസ്മിനായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ജാസ്മിൻ്റെ ആണെങ്കിലും എക്സിൻ്റെ മാരേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്താ തോന്നിയത്? ജസ്റ്റ് ചോദിക്കാം. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും, പിന്നെ ഒരു പാച്ചപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല, അങ്ങനെയാണ്. ഓരോ റിലേഷൻഷിപ്പ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ എത്രത്തോളം മുറിവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവം, അത് വെച്ചിരിക്കും നമ്മൾ പിന്നീട് കോണ്ടാക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. നമുക്കൊരു സന്തോഷം അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റൊരു സ്കെയിൽ ഇട്ടിട്ട് ഇത്രയാണ് എൻ്റെ സന്തോഷം എന്ന്. അതേപോലെ തന്നെയാണ് വിഷമം എന്നും പറയണത്. അതിപ്പോൾ എൻ്റെ ഈവൻ എൻ്റെ രക്തബന്ധമാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്, മാറും. യൂട്യൂബേഴ്സിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടോ? അത് കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും? അതെന്താ യൂട്യൂബേഴ്സ് മനുഷ്യന്മാരല്ലേ? എനിക്ക് എന്താ യൂട്യൂബേഴ്സിനോട് പ്രശ്നം? ഞാൻ യൂട്യൂബർ അല്ലേ. ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്തായിരിക്കും മറുപടി? 2 സീസൺസിൽ ഒന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും ഒരു ഇതിലും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സിനോട് യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാത്ത ഒരാളല്ലേ? അല്ല, ഞാൻ മൈൻഡ് ചെയ്യുന്ന ആളാണ്. എന്താ വീട്ടിൽ വന്ന് കമ്പിപ്പാര കുത്തിക്കയറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സെക്ഷലൈസ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ഞാൻ എങ്ങനെയുണ്ടായത് അങ്ങനത്തെ ഒരു ചോദ്യം. ഇത് എങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ പേരൻസിനും വരണ്ട്. ലാസ്റ്റിലെ ബേബി ഒന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും മറുപടി കൊടുക്കുക? നീ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ടെക്നോളജി അത്രയും വളർന്നേക്കുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് ആക്സസ് ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരു പാർട്ട്ണറിന് ജീവിക്കുമെങ്കിൽ എൻ്റെ എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെ? എൻ്റെ A to Z അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് അവിടെ മാത്രം എൻ്റെ ഒരു മുഖം ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അംജുക്കാട് ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്, അംജുക്ക് എൻ്റെ ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു മാരേജ് ആ ഒരു രീതിക്കാണ് നടന്നിരുന്നത്. ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പം അങ്ങനെ ഞാനൊരു ജസ്റ്റ് ഒരു ഡ്രസ്സായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു സിന്ദൂരും പൊട്ടിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ മതം കൺവേർട്ട് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമത് ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഉടനെ എടുത്ത ഒരു തീരുമാനമല്ല. ഞാൻ 2 years കഴിഞ്ഞിരുന്നു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട്. എന്നിട്ടാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പം എനിക്ക് അത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 2 years ഒന്ന് ഹീലാവാനും കാര്യങ്ങളൊക്കെ. ഞാൻ സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തത് 6 months ശേഷം തോന്നുന്നുണ്ട് ബ്രേക്കപ്പ് ആയത് അറിയിച്ചു. പക്ഷെ അതിന് മുമ്പേ ഇതായിരുന്നു.